ഹലോ. അപ്പം നമുക്കിന്നൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? സത്യം പറയുകയാണെങ്കിൽ ഞാൻ കുറേ തവണ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഒന്നും ശരിയായിട്ടില്ല. പക്ഷേ ഈ തവണ ഞാനൊരു റെസിപ്പി കണ്ട് എന്നാൽ അത് ട്രൈ ചെയ്ത് നോക്കാതെ, പക്ഷേ അന്നത്തെ ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യമേ നമ്മളൊരു പാത്രം, അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് കുറച്ച് നെയ്യ്, അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം തന്നെ അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള മസാല എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് പട്ട, ഗ്രാമ്പ്, ഏലക്ക എടുത്തു. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യമേ ഞാൻ ഈ നെയ്ക്കകത്തോട്ടിട്ടത് നമ്മുടെ ബിരിയാണി ഇല ഉണ്ടല്ലോ, അത് ഇടുമ്പോൾ അത് നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ. നല്ല മണമാണ്, പ്രത്യേക മണമാണ്, സൂപ്പർ മണമാണ് വരുന്നത്. അപ്പം ജസ്റ്റ് അതിട്ടതിന് ശേഷം അതിനകത്തോട്ട് പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിപത്രി എല്ലാം സ്റ്റാർ ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. സവാള അരിഞ്ഞതും അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനെന്ന് വെച്ചാൽ ചോറ് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ഒരുമിച്ച് വേവിക്കുകയല്ല ചെയ്യുന്നത്. ചോറ് പകുതി വേവിച്ച് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോഴാണല്ലോ നമ്മുടെ സവാള നന്നായിട്ട് വഴന്നു വരുന്നത്. ഞാൻ പ്രത്യേകം ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കലത്തിൽ ജസ്റ്റ് വെള്ളം ഒഴിച്ച് അതിനകത്തോട്ട് ഉപ്പും കുറച്ച് എണ്ണയും ഒഴിച്ച് അതിനകത്തോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതേപോലുള്ള ബിരിയാണി ഇല, കുറച്ച് മല്ലിയില എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് അരി ഇട്ട് കൊടുത്ത് അതിനെ തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അരി ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, പകുതി വേവാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ക്യാമറ തിരിഞ്ഞു പോയത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ക്യാമറ തിരിഞ്ഞു പോയത് ഞാൻ അറിയുന്നത്. അപ്പം അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് ഇത്രയും കൂടെ പേസ്റ്റ് ആക്കിയതും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇത് വഴന്ന് വന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ്, ഫ്ലേവർ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റാക്കി ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു മണമാണ് കേട്ടോ വരുന്നത്. ഈ നമ്മുടെ ഈ ബിരിയാണി ഇലയും കൂടി ഇടുന്നത് കൊണ്ട് തന്നെ പ്രത്യേക ഒരു മണമാണ് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് കേട്ടോ കട്ടിയുള്ള പാത്രം എടുക്കണം എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തൈര് ആവശ്യമുണ്ട്. ബിരിയാണിക്ക് തൈരിൻ്റെ ആവശ്യം ഉണ്ടല്ലോ, അങ്ങനെ തൈരും കൂടെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് തൈരിനകത്ത് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തൈരും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഇതെല്ലാം ഏകദേശമൊക്കെ വഴന്ന് വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഏകദേശമൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്തവണ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് ബിരിയാണി മസാല മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. ബിരിയാണി മസാല ഇട്ടു, അതിനുശേഷം ഒരു പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ എപ്പോഴും നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇതെല്ലാം ഇടും. പക്ഷെ ഇതെല്ലാം ഇട്ടാലും എനിക്ക് ഭയങ്കരമായിട്ട് ഒരുമാതിരി കുത്താണ്, മസാല കുത്താണ് ബിരിയാണിക്ക് ഉണ്ടാകുന്നത്. എന്താണെന്നറിയില്ല, ഇനി ഞാൻ ഇടുന്നത് കൂടിപ്പോകുന്നതാണോ എന്താണെന്നറിയില്ല. അപ്പോഴാണ് ഞാൻ ഈ ഒരു റെസിപ്പി കണ്ടത്, ജസ്റ്റ് ബിരിയാണി മസാല മാത്രം ഇട്ടിട്ടുള്ള റെസിപ്പി. അപ്പം ഞാൻ കരുതി എന്നാൽ ഓക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. സംഭവം ഈസിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറിയ സമയത്ത് നമുക്ക് തൈര് ഇതിനകത്തോട്ട് ഒഴിച്ച് അതും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ കിട്ടിയത്. പക്ഷേ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അധിക സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇത് ഈ വഴന്ന് വരുന്നൊരു താമസം, ചിക്കൻ വെന്ത് വരുന്ന താമസം മാത്രമേ ഇതിനകത്ത് കൂടുതലായിട്ടുള്ളൂ. നമ്മൾ ഓൾറെഡി ചോറൊക്കെ പകുതി വേവിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് വലിയ താമസമൊന്നും വരത്തില്ല കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് വഴന്ന് വന്ന് നമ്മുടെ തൈരൊക്കെ ഒഴിച്ച് നന്നായിട്ട് വഴന്ന് വന്ന സമയത്ത് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ചെറിയ പീസ് ചിക്കൻ മതി കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ പീസാക്കിയാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ചിക്കനേ എടുക്കുന്നുള്ളൂ, ഒരു 1/4 കിലോ ചിക്കൻ അത്രയ്ക്കേ ഉണ്ടാക്കുന്നുള്ളൂ. അത് കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരുപാട് ഉണ്ടാക്കി ചിലപ്പോൾ ഫ്ലോപ്പായി കഴിഞ്ഞാൽ വേസ്റ്റ് ആവേണ്ടല്ലോ എന്ന് കരുതി കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അങ്ങനെ ചിക്കനും ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ തൈരെടുത്ത പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഇതിനെ നമുക്ക് മൂടി വെച്ച് വേവിക്കാൻ വെക്കാം. ഈ ചിക്കൻ വേവുന്ന സമയമാണ് കേട്ടോ നമുക്ക് എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് അടുക്കി പിടിക്കാതെ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ചിക്കനകത്തുനിന്ന് തന്നെ ഓൾറെഡി വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കുന്നില്ല. ഈ തൈരിൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് മാത്രമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനകത്ത് വെന്താൽ മതി. അപ്പം നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് തന്നെ കുറച്ച്
അത്യാവശ്യമായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട് ചിക്കനകത്തുനിന്ന്. അപ്പം ഞാൻ ഇത്ര വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ചിക്കൻ വേവും കേട്ടോ. ആ സമയത്ത് നമുക്ക് ചിക്കൻ മസാലയ്ക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി ഉപ്പൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷമാണ് നമുക്ക് ദമ്മിടേണ്ടത്, ചോറൊക്കെ ഇട്ട് ദമ്മിടേണ്ടത്. ഇപ്പോൾ ഏകദേശമൊക്കെ ചിക്കൻ വേകാറായിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഏകദേശമൊക്കെ ഏകദേശം ഈ വെള്ളമെല്ലാം വറ്റി വരണം. ചിക്കൻ വെന്ത വെള്ളമെല്ലാം ഏകദേശം വറ്റി വരുന്ന സമയത്താണ് നമുക്ക് ചോറിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതാ നോക്കി ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ചില്ല, കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചുള്ളൂ. എന്നിട്ട് തന്നെ ഇത്രയും വെള്ളം അതിനകത്തുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ വെന്തു ഒരുപാട് വെള്ളമൊക്കെ ഒരുപാട് വറ്റി ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് റൈസൊക്കെ ചേർത്ത് കൊടുക്കാമേ. അങ്ങനെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി അതിനെ നന്നായിട്ട് ഒറ്റയായിട്ടാക്കിയിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ്, ഫുൾ വെന്ത ചോറല്ല, പകുതി വെന്ത ചോറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പകുതി വേവിച്ചിട്ടാണ് ചോറിട്ട് കൊടുക്കുന്നത്. ചോറ് വേവുമ്പോൾ തന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബിരിയാണി ഇല, മല്ലിയില എല്ലാം കൂടി ഇടുന്നതുകൊണ്ട് തന്നെ ആ ചോറിന് തന്നെ പ്രത്യേക ഒരു മണമാണ് കേട്ടോ വരുന്നത്. അപ്പം ചോറ് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് അതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്തിടാമെന്ന് കരുതി അത് വറുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പിംഗ് എൻ്റെ കയ്യിൽ നിന്നും നഷ്ടമായി കേട്ടോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ എല്ലാവരും ആദ്യമേ ഉള്ളി വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതിനകത്തോട്ട് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ എല്ലാം കൂടി ഇട്ട് പിന്നെയും നന്നായിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദമ്മിടാന്ന് കരുതി. അതിന് ശേഷം നമ്മൾ ഈ ചോറിട്ടതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ എല്ലാം ഇട്ട് കൊടുത്തു. മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളി വറുത്തത് ഞാൻ വറുത്ത് വെച്ചേക്കാം. പക്ഷേ ഇച്ചിരി കുഴ ആയിപ്പോയി, കുഴപ്പമില്ല, നമ്മൾ ബിരിയാണിക്കകത്ത് എടുക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് മൂത്ത് വന്നില്ലായിരുന്നു, അത് പരുവത്തിൽ വന്നില്ല. അതിനുശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഇട്ടതിന് ശേഷം കുറച്ച് നമ്മുടെ ഈ ബിരിയാണി മസാല ഉണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് കയ്യിൽ തട്ടിയിട്ട് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക മണം വരും കേട്ടോ. അതിനുശേഷം ഇത് അടച്ച് വെക്കുന്നത്. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് അത്ര എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു പാത്രം നമ്മുടെ അടിയിൽ ഒരു ഇരുമ്പിൻ്റെ ഒരു പാത്രം വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് ദമ്മിടാന്ന് കരുതി തീ കുറച്ച് വെച്ച് അടിയിൽ പാത്രം വെച്ചതിന് ശേഷം ഈ പാത്രം വെച്ച് ദമ്മിടാന്ന് കരുതി കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ ഈ ചിക്കനൊന്നും അധികം അടുക്കി പിടിക്കില്ല. ചിലപ്പം അടുക്കി പിടിച്ച് അറിയാൻ പറ്റില്ലല്ലോ, ഇതാകുമ്പോൾ വലിയ പ്രശ്നമില്ല. അതിനുശേഷം നമുക്ക് ദമ്മിന് വേണ്ടിയിട്ട് വേറെ നമുക്ക് ഈ മൈദമാവൊക്കെ കലക്കി പൊട്ടിക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അതുകൊണ്ട് തന്നെ കുഴച്ച് മൈദമാവ് കുഴച്ചെടുക്കണ്ടേ. അപ്പോൾ എൻ്റെ കയ്യിൽ അലൂമിനിയം ഫോയിൽ ഉണ്ടായിരുന്നു, അത് വെച്ച് അടച്ച് നമുക്ക് ദമ്മിടാന്ന് കരുതി. അങ്ങനെ അലൂമിനിയം ഫോയിൽ വെച്ച് അടച്ചു വെച്ചു. അതിനുശേഷം അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ചുറ്റി പിന്നെ ഇതാക്കി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ തീയങ്ങാണ് കയറി കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് അടച്ച് നല്ല അതിൻ്റെ ഒരു എയറും പുറത്ത് പോകാത്ത രീതിയിൽ വെക്കുന്നുണ്ട്. ഇനി ഏകദേശം ഒരു 5-10 മിനിറ്റ് നമ്മൾ ഈ ദമ്മിലിടുക. അതിനുശേഷം നമുക്ക് ഈ ദമ്മ് തുറക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറക്കുകയാണ് കേട്ടോ. ഇത് തുറക്കാൻ ജസ്റ്റ് ഇത് തുറന്നപ്പോൾ തന്നെ സൂപ്പർ മണമായിരുന്നു കേട്ടോ, അടിപൊളി മണമായിരുന്നു. ആ ദമ്മിലൊക്കെ കിടന്നിട്ട് സൂപ്പർ മണമായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ബിരിയാണിക്ക് വലിയ ലുക്കില്ലെങ്കിലും ടേസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ. നമ്മുടെയൊക്കെ ബിരിയാണി ഇങ്ങനെയൊക്കെ ഇരിക്കും, എന്താണെന്നറിയില്ല. അങ്ങനെ ശരി, ഞാനിനി അത് പ്രത്യേകം പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ആദ്യമേ റൈസ് പകുതി മാറ്റിയതിന് ശേഷം പിന്നെ അവസാനം ചിക്കനും ബാക്കി റൈസും കൂടെ മിക്സ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടി തന്നെ ആദ്യമേ മൊത്തത്തിൽ റൈസും ചിക്കനും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഇച്ചിരി എരിയോ എന്തെങ്കിലും കൂടുതലാണെങ്കിൽ പിന്നെ കുഞ്ഞും കഴിക്കില്ല, എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ ആദ്യമേ ഞാൻ കുറച്ച് റൈസ് അങ്ങ് മാറ്റും. മുകളിലുള്ള റൈസ് മാറ്റിയതിന് ശേഷം അടിയിലുള്ള ചിക്കനും ബാക്കി റൈസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റായിരുന്നു. സാധാരണ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് ഇളക്കുകയൊക്കെ ചെയ്യുന്ന ആ സമയത്തൊന്നും അത്ര ടേസ്റ്റ് അങ്ങോട്ട് നമുക്ക് തോന്നാറില്ല. അതാകുമ്പോൾ നമുക്ക് ചിക്കൻ്റെ ആ ഒരു ഗ്രേവിയുടെ റൈസും എടുക്കാൻ പറ്റും, നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ച റൈസും എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും നാൾ കുറേ തവണ ഞാൻ ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഒന്നും ശരിയായിട്ടില്ല. എനിക്കിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ബിരിയാണി കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ ലാസ്റ്റ് അടിയിലുള്ള ചിക്കനും റൈസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് റൈസും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈസി ആയിട്ട് സൂപ്പറായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല സൂപ്പർ ടേസ്റ്റാണ്. എത്ര വെക്കാൻ അറിയാത്തവർക്കും സൂപ്പറായിട്ട് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.